മോക്ക് എക്സാമിന് മാർക്ക് 30, 50. ഇതെന്നെ കൊണ്ട് പറ്റൂല. ഈ ഒരു ഫീലിംഗ് ഉള്ള ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത്. എടാ എന്റെ ഒപ്പം ഇവിടെ പഠിക്കുന്ന NIT പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവൻ ഏതാണ്ട് ഒരു 98 ഉണ്ടായിരുന്നു. അവന്റെ അടുത്ത് ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അവൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ മോക്ക് എക്സാം ഒരു ജെയുടെ ഒരു 10 ദിവസം മുന്നേ നിർത്തിയ ആളായിരുന്നു. ബിക്കോസ് എനിക്ക് വരുന്ന മാർക്ക് എന്ന് വെച്ചാൽ 30, 40, 50 എന്നൊക്കെ ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. കാരണം ഇനി 10 ദിവസം 15 ദിവസങ്ങളൊക്കെ എക്സാമിന് ബാക്കിയുള്ളൂ. പക്ഷെ എനിക്കാണെന്ന് ഒട്ടും മാർക്കും ഇല്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ നേരെ പോയിട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ജെയ് മെയിൻസിന്റെ പ്രീവിയസ് ഇയറിൽ ഒരു സെഷൻ മൊത്തം എടുത്ത് ചെയ്തു നോക്കി. അവന്റെ കാൽക്കുലേറ്റ് ചെയ്ത മാർക്ക് എന്ന് വെച്ചാൽ 200 സംതിങ് ആയിരുന്നു. അവൻ ഏതാണ്ട് ആ ഒരു 190, 200 റേഞ്ച് തന്നെ ജെയ് മെയിൻസ് 2025 മാർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും. കാരണം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഒരു പടി ജെയ് മെയിൻസിനേക്കാൾ മുകളിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. അപ്പൊ നിങ്ങളുടെ മാക്സിമം പെർഫെക്റ്റ് ആക്കേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾ അതും വിചാരിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കോൺഫിഡൻസ് കളഞ്ഞിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ എക്സാമിൽ അയ്യോ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു, ഞാൻ ഇങ്ങനെ പേടിക്കേണ്ടത് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാതിരിക്കാൻ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. ആ എഫേർട്ടിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെയ് മെയിൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന മോക്ക് എക്സാമിലേക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും ഞാൻ പ്രോമിസ് ചെയ്യാം.